അപ്പൊ നിങ്ങളിപ്പോ വൈറലാവാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തെറ്റായിട്ടെന്ന് പറഞ്ഞാൽ അതായത് വീട്ടിൽ ചെന്നിട്ട് കിടന്നുറങ്ങാൻ നേരത്ത് ഇത് ചെയ്യണ്ടായിരുന്നു, ഉറങ്ങാൻ സമയം കിട്ടാറില്ല, എല്ലാം മെസ്സേജ് ആയിരുന്നു, പിന്നെ വിളിയായിരുന്നു. ഫോണൊന്നും 3 ദിവസം ഞാൻ തുറന്നില്ല, വാട്സാപ്പ് മെസ്സേജ് എല്ലാം ക്ലിയർ. ഇതിന്റെ ഈ ചേച്ചിക്ക് തെറ്റായിട്ട് തോന്നിയത്? ഇല്ല, തോന്നിയില്ല. ഇല്ല, ചേച്ചിക്ക് വൈറലാവണമെന്ന്. അങ്ങനെ എനിക്ക് വൈറലാവണമെന്നൊന്നും താല്പര്യം, വൈറലാവാൻ വേണ്ടി ഒന്നല്ല. അല്ല, എങ്ങനെയാണ് അഭിലാഷ് ചേട്ടനെ പരിചയപ്പെട്ടത്? ഞങ്ങള് ഒരുപാട് ഫ്രണ്ടാണ്, ഒരുപാട് കണ്ടത് ഇവിടെ വന്നപ്പോഴാണ്. ആദ്യമായിട്ട് ആദ്യമായിട്ട് കാണുന്നത് നേരിട്ട്. അത് കൊള്ളാലോ. നമ്മള് കോണ്ടാക്ടിങ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഫേസ്ബുക്ക് ഫ്രണ്ട് അഭിനയിക്കാൻ ഇങ്ങനെ ചാൻസ് ഉണ്ട് തരുമെന്ന് ചോദിക്കുമ്പോ ഞാൻ അങ്ങനെ വന്നിട്ടില്ല, എനിക്ക് തിരക്കായിരുന്നു, ഞാൻ ട്രാഫിക്കിലായിരുന്നു. ട്രാഫിക് പോലീസാ? ട്രാഫിക്കില് അങ്ങനെ വൈറലാവാനൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ നമ്മളാ ബട്ടർഫ്ലൈ ചാനലിനകത്ത് കൊടുത്ത് ആ സ്പോട്ടിൽ തന്നെ വൈറലായി. അപ്പോഴത്തേക്ക് കോളിങ്ങും മെസ്സേജും ഇങ്ങനെ വന്നോണ്ടിരിക്കും. സിനിമകളിൽ ഒറിജിനൽ ആണ്. ആ കോളിംഗിൽ ഏതെങ്കിലും സിനിമകളിലേക്ക് അവസരം കിട്ടിയായിരുന്നു? അല്ല, എനിക്ക് സിനിമയിലും സീരിയലിലും ഞാൻ ചെയ്തോണ്ടിരിക്കുവാണ്. ഇപ്പം കൂടുതൽ അവസരം കിട്ടുന്നുണ്ട്. ആണോ? അപ്പൊ വൈറലായത് ഗുണമായിട്ടുണ്ട്. എല്ലാരും എന്നെ ട്രാഫിക്കിൽ നിന്നും പിന്നെ സിനിമയും സീരിയലും ആൾക്കാർ അറിയാമായിരുന്നു. പക്ഷെ ഇപ്പൊ ലിബ്ലോക്ക് വഴി കൂടുതൽ ബസ്സിനകത്തൊക്കെ ഇരിക്കുമ്പോഴും ആ ചേച്ചി എഴുതിയൊന്ന് ചോദിക്കാം. എനിക്ക് ഗുണം ചെയ്തു. നമ്മള് കടയിൽ പോയി എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങില്ലേ. പിന്നെ പലരും പറഞ്ഞ് ഈ അഭിലാഷേട്ടന് ബിഗ് ബോക്സിൽ കയറാനുള്ള താല്പര്യം ഉണ്ടെന്ന് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോക്സിൽ കയറാൻ. പക്ഷേ എനിക്കും കയറാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മൾ ഈ ലിപ് ലോക്ക് ചെയ്തത് ബിഗ് ബോക്സിൽ കയറാനുള്ള ഒരു അഭിനയാണെന്ന് ആൾക്കാർ പറയുന്നത്. ലിപ് ലോക്ക് ചെയ്താൽ എന്തെങ്കിലും വിവാദമാകുമ്പോ പിന്നെ ബിഗ് ബോസ് സിനിമയുടെ അഭിലാഷേട്ടന്റെ ലിപ് ലോക്ക് ഞങ്ങള് ബിഗ് ബോക്സിൽ കയറാനുള്ള ലിപ് ലോക്ക് ചെയ്തത് ബിഗ് ബോക്സിൽ കയറാനുള്ള ഒരു തന്ത്രമാണ്. പക്ഷെ ചേട്ടൻ അങ്ങനെ ഉണ്ടായിരുന്നു, ബിഗ് ബോസിൽ കയറാൻ വേണ്ടി ഇതേപോലെ കോപ്രായങ്ങൾ കാണിക്കുക, അല്ലെങ്കിൽ എന്താ പറയാ, ശരിക്കും പറയുന്നത് നെഗറ്റീവ് വേണമല്ലോ. അല്ല, അത് ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ കയറാൻ പറ്റുന്ന. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം ചെയ്ത ചാനലിന്റെ പേര് പറയുന്നില്ല, ഓണത്തിന് റിലീസാണ്. അപ്പൊ ഒരു ചാനൽ, TV ചാനലാണ്. അവിടെ ചെന്നപ്പോ അതിന്റെ മെയിൻ ആള്, ബിഗ് ബോസിന്റെ മെയിൻ ആള് അറിയാം, കേരളക്കാരെ മൊത്തം അറിയുന്ന ഒരാളാണ്. അപ്പൊ ആ ചേട്ടന്റെ പേര് ഞാനിവിടെ പറയുന്നില്ല. അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാനുണ്ടായിരുന്ന പെരേര ഉണ്ടായിരുന്നു, മാഹിൻ മോറ്റ ഉണ്ടായിരുന്നു. അടുത്ത വർഷം അഭിലാഷ് എന്തായാലും ബിഗ് ബോസിലുണ്ട് എന്ന് പുള്ളിദേഹം പറഞ്ഞപ്പോ കണ്ടന്റ് ഒന്ന് കളയാതെങ്കിൽ പിടിച്ചു നിൽക്കണമെന്ന് പറഞ്ഞപ്പോ പെരയുടെ മുഖം അങ്ങനെ ചുവന്ന് തുടുത്ത ആപ്പിൾ പോലെ ഒന്നും എന്താണെന്നറിയില്ല, ചുവന്ന് ഇങ്ങനെ കണ്ണൊക്കെ തള്ളിപ്പോയി. എന്താ കാര്യം എനിക്കറിയില്ല. തീർച്ചയായിട്ടും പെരേര എന്റെ അടുത്ത് പറഞ്ഞ കള്ളമാണെന്ന് മനസ്സിലാക്കി. പെരേര കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് കേൾക്കണം. നീ എന്റെ അടുത്ത് പറഞ്ഞ പെരേര എന്റെ അടുത്ത് പറഞ്ഞൊരു കേസുണ്ട്, ഞാൻ ബിഗ് ബോസിലാണ് ഈ പ്രാവശ്യം, അതുകൊണ്ട് നിങ്ങൾ വേറെ ആരും പറയരുത്, എനിക്ക് ബിഗ് ബോസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ പോലെ എന്നുള്ള രീതിയിൽ എന്റെ ഒരു ചർച്ച നടത്തിയിരുന്നു പെരേര. പക്ഷെ പെരേരന്റെ കാര്യം മനസ്സിലായി, നീ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ തിരിച്ചു വരുമ്പോൾ എന്നെ മറന്നു പോകുന്നതിന് 100% ഉറപ്പാ. മനസ്സിലായില്ലേ? ഇങ്ങോട്ട് നീ ചോദിക്ക്, ചേട്ടന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേട്ടന് പുതിയ വീട്, കാറ്, അങ്ങനെ ബംഗ്ലാവ് വേണമെങ്കിൽ എറണാകുളത്ത് ഫ്ലാറ്റ് എന്ത് വേണമെങ്കിലും എടുത്തു തരാം, ബിഗ് ബോസിൽ പോയാന്നൊക്കെ പറയണ്ടേ പെരേര. സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കണ്ടന്റുകൾ വളർത്താൻ, നെഗറ്റീവ് കണ്ടന്റുകൾ കൂടുതൽ ആളുകൾ ചെയ്യാനുള്ള ഒരു കാരണക്കാര് നിങ്ങളാന്ന് ഞാൻ പറഞ്ഞില്ല. അല്ല, ഇത് കാണുന്നവർക്ക് നെഗറ്റീവ് ആണല്ലോ, നിങ്ങളെ കമന്റ് ബോക്സ് വായിക്കാറുണ്ടെന്നല്ലേ പറഞ്ഞു. ഇല്ല, എനിക്ക് കാരണം എന്താ വെച്ചാൽ നമ്മള് ഇംഗ്ലീഷിലുള്ളത് വായിക്കാറുണ്ട്, മലയാളം നോക്കാറുണ്ട്. അതെ, അത്രേ ഉള്ളൂ. പിന്നെ ചേട്ടൻ പറഞ്ഞു, എന്റെ അടുത്ത് പറഞ്ഞു, മോനെ എനിക്ക് വിദ്യാഭ്യാസം ഉള്ള ആളായിരുന്നു, ഞാൻ എഴുതാനൊന്നും എനിക്ക് അത്ര വശമല്ലായിരുന്നു. പക്ഷെ മോനെ തെറി പറഞ്ഞ് ഇപ്പൊ മലയാളം മൊത്തം പഠിച്ചു. കാരണം കേരളത്തിലുള്ള എല്ലാ അക്ഷരങ്ങളും ആ തൊട്ട് വരെ ഇത് പഠിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ഇതേപോലെ തെറി കമന്റുകൾ വരുമ്പോ നിങ്ങൾ പ്രതികരിക്കാറുണ്ടോ? അത് ഇങ്ങനെ ചിലർ ആസ്വദിക്കാറുണ്ട്, തെറി കമന്റ് മാത്രം. അല്ല, ചേട്ടൻ പ്രതികരിക്കാറുണ്ടോ? പ്രതികരിക്കാറുണ്ട്. നമ്മൾ ടാഗ് ചെയ്ത് ചില തെറ്റുകളുണ്ട്, അപ്പൊ ഒന്ന് പ്രതികരിച്ചു. ടാഗ് ചെയ്തതിൽ നമ്മൾ പുല്ല് നോക്കില്ല. ഇങ്ങനെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലുള്ള പ്രതികരണം മാത്രമുള്ള നേരിട്ട് ഒരു പ്രതികരിക്കും ഇല്ല, നേരിട്ടൊരിക്കലും പ്രതികരണമില്ല. കാരണം നേരിട്ടല്ലേ പറഞ്ഞത്. എന്താ പറയാ, നേരിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കാൻ വരുമ്പോണ്ടല്ലോ, ഒരു മിനിറ്റ് എന്നുള്ള സാധനം
ഒറ്റ ഓട്ടം ഓടും. പിന്നെ ആര്? ഞാൻ ഓടും. ഓ, നിങ്ങളോടും? എന്നെ പ്രതികരിക്കുന്ന കാര്യമില്ല. അല്ല, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം നേരിട്ട് ഒന്നും ഇല്ല, അങ്ങനെയൊന്നുമില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെരേര് പറയുന്ന ആളുകൾ ഈ കല്യാണ പരിപാടിക്ക് ചെല്ലുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ എല്ലാവരും ഫോട്ടോ എടുക്കലോ ഇതൊക്കെ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സ്വന്തം ഫോണല്ലേ, തെറി വിളിക്കുക, കുറ്റം പറയാ. ഏറ്റവും കൂടുതൽ ഞാൻ കാര്യം ഇവിടെ തുറന്നു പറയാണ്, ഞാൻ തെറിവിളി കൂടി നല്ല തെറി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ മെസ്സേജ് അങ്ങോട്ടും കൂടി ഞങ്ങൾ കിടക്കുന്നുണ്ട്. ഇപ്പൊ നല്ല സുഹൃത്തുക്കളാണ്. തെറി പറഞ്ഞ് അതില് ഇവര് എന്തിനായിരിക്കും തെരഞ്ഞെടുപ്പ്? അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനായിരിക്കും നിങ്ങൾ തെരഞ്ഞെടുപ്പ്. ചിലപ്പോ അങ്ങനെയായിരിക്കും, മനസ്സിലായി. അത് നമ്മള് ഞാൻ പറയുമ്പോ എനിക്ക് മെസ്സഞ്ചറിൽ മറുപടി ഒന്ന് ഞാൻ തിരിച്ചു ചോദിക്കും. ചിലര് മൈൻഡ് ചെയ്യില്ല, നമ്മളത് ചോദിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെസ്സഞ്ചറിലാണെങ്കിൽ ചോദിക്കും. കാരണം എന്റെ ഏതാണെങ്കിൽ ഞാനത് ചോദിക്കും, മനസ്സിലായില്ലേ? നമ്മൾ ആരും പേടിക്കുന്ന കാര്യമില്ല. അപ്പൊ അങ്ങനെ ചോദിക്കും. പിന്നെ ആ ഒരു ചോദിക്കല് ചിലപ്പോൾ നല്ല സൗഹൃദത്തിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഈ എന്താ പറയാ വൈറ്റിലയിൽ വെച്ച് ഒരു സുഹൃത്തിനെ കണ്ടു. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം വരെ കഴിച്ചിട്ട് പിരിഞ്ഞ്. എന്താ കാര്യം വെച്ചാൽ വേറെ ഒന്നുമല്ല, മനുഷ്യനാണ്. ഒരു ദേഷ്യം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആട്ടെ. അപ്പൊ ഞാനത് പറയും പോട്ടെ മാഷ ശരിയിടാന്ന് പറയും. പക്ഷെ ഞാൻ നല്ല വീഡിയോസ് ചെയ്യുന്നുണ്ട്, അതൊരു പട്ടിയും കാണില്ല. അമ്പലങ്ങളുടെ വീഡിയോസ് ചെയ്യുന്നുണ്ട്, മറ്റേ ഈ കടകളുടെ വീഡിയോസ് ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു കുട്ടിക്ക് വേണ്ടി നിങ്ങൾ ഏതെങ്കിലും സിനിമയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനികളോ ഏതെങ്കിലും ബ്രാൻഡുകളോ ഇപ്പൊ ഞാൻ നമ്മുടെ ഒരു ചേട്ടന്റെ ഒരു കടയുടെ, അതായത് ഞാൻ പരസ്യമായിട്ട് ചെയ്തതല്ല, അശോക ഹോട്ടൽ എന്ന് പറഞ്ഞ മൂവാറ്റുപുഴയുള്ള ഒരു ഹോട്ടലാണ് അശോക ഹോട്ടലിലെ. അത് എന്തുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നൊന്നും കിട്ടിയിട്ടല്ല ഇട്ടത്. കാരണം ആ ചേട്ടനും ചേച്ചി ഞായറാഴ്ച ദിവസങ്ങളിൽ ഡ്രസ്സ് വാങ്ങി അർഹതപ്പെട്ടവരെ വീട്ടിലെത്തി. അത് പഴയ ഡ്രസ്സല്ല, പുതിയ ഡ്രസ്സ് വാങ്ങി വീടുകളിൽ എത്തിക്കുകയാണ്. പാവപ്പെട്ട അനാഥാലയങ്ങളിൽ കൊണ്ടു കൊടുക്കുന്നു. അപ്പൊ ഞാനത് ഞെട്ടിപ്പോയ സംഭവം. ഞാനിത് അറിഞ്ഞപ്പോ ഞാൻ ചുമ്മാ ചോദിച്ചു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, ചേട്ടാ എന്റെ വീഡിയോ എടുത്തോളാം. അതൊന്നും വേണ്ട അഭിലാഷം, നീ ഭക്ഷണം കഴിച്ചിട്ട് പോക്കളാന്ന് പറയും. അതൊന്നും വേണ്ടെന്ന് പറയും. പക്ഷെ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് എന്റെ ഇതിൽ ഇടാൻ വേണ്ടിയാന്ന് പറഞ്ഞ് ആ ചേട്ടന്റെ വീഡിയോ എടുത്തു. അതുപോലെ തന്നെ ഞാൻ ലൈവായിട്ട് കണ്ടൊരു സംഭവം, ഇവരറിയാണ്ട് എടുത്തൊരു വീഡിയോ ഉണ്ട്. അതായത് ഒരാൾ വന്നിട്ട് ഭക്ഷണം ചോദിക്കുന്നു, കഴിക്കാൻ എന്തെങ്കിലും തരുമെന്ന് ചോദിക്കുന്നു. അവരപ്പൊ തന്നെ ഭക്ഷണം കൊടുത്തു പറഞ്ഞു. അത് അവരുടെ അതുപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരാട്ടോ. അത് മൂവാറ്റക്കാരോട് ആരോട് ചോദിച്ചാലും അശോക ഹോട്ടലിലെ ആ ചേട്ടനെ ചേച്ചിനെ കുറിച്ച് നല്ല അഭിപ്രായം. ആരുടെ മുമ്പിൽ കാണിക്കുക. ഇത്ര വർഷമായിട്ട് അവരൊരു പരസ്യം കാര്യങ്ങളൊന്നും കൊടുത്തല്ല. കാരണം എന്റെ ഒരു ഇതിൽ ഞാൻ പറയും, എന്റെ ഒരു ഇതിൽ ഇടാനെന്ന് പറയുന്നത് വേണ്ടാന്ന് പറയും. പക്ഷെ ഞാൻ പിടിച്ചു നിർത്തി എടുത്ത സംഭവമാണ് ആ വീഡിയോ. അപ്പൊ അതെനിക്കൊരു നല്ലതായിട്ട് തോന്നി. അപ്പൊ അതിന്റെ ഇതിന് കൊടുത്ത് കമന്റ് ഇട്ടപ്പോ ഞാൻ പറയും, സുഹൃത്തെ നിങ്ങൾ എന്നെ തെറി വിളിക്കുക അല്ലെങ്കിൽ കമന്റ് പറഞ്ഞു. പക്ഷേ ഇവര് നല്ല പ്രവർത്തികൾ ചെയ്യുന്നവരാണ്, ഒരിക്കലും മോശമായ കമന്റ് ഇടുന്നത് മോശമാണെന്ന് ഒരു പുള്ളി ഒരു സോറി പറഞ്ഞു. എന്റെ ഇൻസ്റ്റാഗ്രാം അഭിലാഷ് ഞാൻ കമന്റ് കിടക്കുന്നുണ്ട്. അത് എനിക്ക് ആദ്യമായിട്ടാണ് കുറെ ആൾക്കാർ കയറിയിട്ട് ആ പുള്ളിയുടെ താഴെ ഇവിടെ അയാൾ നല്ല വീഡിയോ അല്ലേ ചെയ്തത്, മോശപ്പെട്ട വീഡിയോ ആണ് ചെയ്തത്, അത് സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞൊരു കമന്റ് തോന്നുന്നു. അപ്പൊ നമ്മൾ നല്ല ചെയ്യുമ്പോൾ നല്ലത് വരും.